മൈസൂർ മസാല ദോശ വീട്ടിലെങ്ങനെയാണ് നമുക്ക് എളുപ്പം തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. ഡീറ്റെയിൽഡായിട്ട് തന്നെ റെസിപ്പി പറയുന്നുണ്ട്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് ആദ്യം നമുക്കൊരു മാവ് തയ്യാറാക്കാം. അതിന് 4 ഗ്ലാസ് പൊന്നി ബോയിൽഡ് റൈസും 1 ഗ്ലാസ് പച്ചരിയുമാണ് നല്ലോണം കഴുകി 8 മണിക്കൂർ കുതിർക്കാനായിട്ട് വയ്ക്കുക. 250 ml ഗ്ലാസ്സാണ് മെഷറിങ്ങിന് എടുത്തിരിക്കുന്നത്. 8 മണിക്കൂർ കുതിർന്നതിന് ശേഷം അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് ഉഴുന്ന് നല്ല കുമിച്ചെടുക്കണം. ഉഴുന്നെടുക്കുമ്പോൾ 1 മണിക്കൂർ കുതിർക്കാനായിട്ട് വയ്ക്കുക. ഇത് റെഗുലറായിട്ട് എടുക്കുന്ന മാവാണ് ഇതിനും എടുക്കുന്നത്. ഇതിൽ ഉലുവയോ അല്ലാതെ വേറെ കടലപ്പരിപ്പോ ഒന്നും ചേർക്കുന്നില്ല. ഈ മാവ് നമുക്ക് 3 ആഴ്ച വരെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം. 1 മണിക്കൂറിന് ശേഷം ഉഴുന്നും അരിയും നല്ലോണം കഴുകി വെള്ളം തെളിയുന്നിടം വരെ കഴുകിയെടുക്കുക. സെപ്പറേറ്റ് ആയിട്ട് തന്നെ കഴുകിയെടുത്തതിന് ശേഷം ആദ്യം ഉഴുന്ന് നമുക്ക് അരച്ചെടുക്കാം. ഉഴുന്ന് ഇതിപ്പോൾ ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതുപോലെ നല്ല പൊങ്ങി വരുന്ന രീതിയിൽ അരച്ചെടുക്കുക. അരമണിക്കൂർ ഉഴുന്ന് അരയ്ക്കുക. അതിന് ശേഷം അരിയും കൂടെ അരച്ച് ഗ്രൈൻഡർ നല്ലോണം കഴുകിയും കൂടെ ഇതുപോലെ എടുത്തിട്ട് മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ഗ്രൈൻഡർ കഴുകിയെടുത്ത വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ കരച്ചെടുക്കുക. തവി വെച്ചല്ല ആദ്യം കരയ്ക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് പൊളിച്ച് കിട്ടാനായിട്ട് കൈകൊണ്ട് തന്നെ കരയ്ക്കുക. ഇതുപോലെ കരച്ച് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കുക. നല്ലോണം പൊങ്ങിയതിന് ശേഷം പിന്നെ കൈകൊണ്ട് കലക്കണ്ട, തവി കൊണ്ട് തന്നെ കലക്കുക. നന്നായിട്ട് കലക്കി 2 പാത്രങ്ങളിലോ ആവശ്യാനുസരണം 2-3 പാത്രങ്ങളിലേക്ക് പകർന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. ഓവർനൈറ്റ് വെച്ചതിന് ശേഷം നമുക്കത് ഇഡ്ഡലിക്ക് വേണ്ടി തയ്യാറാക്കാവുന്നതാണ്. ദോശയ്ക്കാണെങ്കിൽ 2-3 ദിവസത്തിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് എടുക്കുന്നതാണ് അതിൻ്റെ കളർ കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇനി അതിൻ്റെ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വെളിച്ചെണ്ണ എടുത്തിരിക്കുന്ന അതിലേക്ക് കടുകും ചുമന്ന മുളകും ഇട്ട് പൊട്ടിച്ച് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില ചേർക്കാം. എരിവ് ഈ പച്ചമുളകിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് അവരവരുടെ ടേസ്റ്റിനും എരിവിനും ആവശ്യമുള്ള പച്ചമുളക് ചേർക്കുക. ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള 3 സവാളയോളം എടുത്തിട്ടുണ്ട്. അതും ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല. ഇപ്പോൾ 2 മതിയെങ്കിൽ 2 എടുക്കുക. ഇത് 3/4 കിലോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള ഒന്ന് വാടി വരുമ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും 1/2 ടീസ്പൂൺ വെച്ച് ചേർത്ത് പൊടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് തൊലി കളഞ്ഞിട്ട് അതിലേക്ക് പൊടിച്ച് ചേർക്കാം. ഏകദേശം 3/4 കിലോളം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 6 ഉരുളക്കിഴങ്ങോളം ഉണ്ടായിരുന്നു. ഇതുപോലെ പൊടിച്ച് തന്നെ ഒരുപാട് മഷി പോലെ പൊടിക്കണ്ട. ചെറിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവസാനം ഒന്നും കൂടെ അതൊന്ന് ചേർത്ത് പൊടിച്ചെടുക്കുന്നതാണ്. ഇതുപോലെ ഒന്ന് പൊടിച്ച് നല്ലോണം അത് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. യോജിപ്പിച്ചെടുത്തതിന് ശേഷം വെള്ളം കൂടെ ഒഴിച്ച് നമുക്കതൊന്നും കൂടെ വേവിച്ചെടുക്കാം. അപ്പം ആ മസാല എല്ലാ കൂട്ടും ഒരുപോലെ ഒന്ന് ചേർന്ന് കിട്ടാനാണ്. ശകലം വെള്ളം ഇതുപോലെ 1/2 കപ്പ് മതി. ചേർന്ന് കിട്ടാനാണ് വെള്ളം ഒഴിക്കുന്നത്. അല്ലെങ്കിൽ ഒത്തിരി അതങ്ങ് വരണ്ടു പോവും. മസാലയ്ക്ക് ഒരു മയം കാണത്തില്ല. ശകലം വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് 10 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ഇനി ഒന്നും കൂടെ ഉടയണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു മാഷർ വെച്ച് നമുക്ക് ഉടച്ചെടുക്കാം. ഒരുപാട് വലിയ കട്ടകൾ ഇല്ലാതെ നമ്മൾ ഉടച്ച് ചേർക്കുകയാണെങ്കിൽ ഇനി ഇതുപോലെ തന്നെ മസാലക്കൂട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ദോശയിലേക്ക് ഉപയോഗിക്കാം. ഇനി മൈസൂർ മസാലയ്ക്ക് വേണ്ടിയുള്ള ചട്നിയാണ്
കാണിക്കുന്നത്. അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് അത് ആ ചേർക്കുന്ന രീതിയിൽ ഞാൻ പറയാം. അപ്പം പിന്നെ മുളക് സാധാരണ എരിവുള്ള മുളകും കാശ്മീരി മുളകും എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാക്കി അതിലേക്ക് കടലപ്പരിപ്പ് 3 ടേബിൾ സ്പൂൺ, അതിൻ്റെ കൂടെ തന്നെ മുളകും കൂടെ ചേർക്കുക. ഇപ്പം എരിവൊട്ടും ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ മുറിച്ചിട്ട് ആ തരി കളഞ്ഞിട്ട് ചേർത്താൽ മതി. ഇതിപ്പം എരിവോടുകൂടെ വേണ്ടതുകൊണ്ട് തരിയും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് എരിവ് മതി എന്നുള്ളവർ അതുപോലെ ചെയ്യുക. ഇതിപ്പം എണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അവരവരുടെ ടേസ്റ്റിനുള്ള എണ്ണ എടുക്കുക. ഇപ്പം മൂത്ത് വരുമ്പം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരെണ്ണം 1-2 ആയിട്ട് അരിഞ്ഞാൽ മതി. ഇതിൽ വെളുത്തുള്ളിയുടെ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ സവോളയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. സവോളയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്ത്, സവോളയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് വാടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി കൂട്ട് തണുപ്പിക്കാനായിട്ട് വെക്കുക. തണുത്തതിന് ശേഷം മിക്സിയിൽ ശകലം വെള്ളം കൂടെ ചേർത്ത് കുറച്ച് കട്ടിക്ക് ആയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. നമ്മൾ ദോശയിലേക്ക് തടവേണ്ടതാണ്, വെള്ളമായി പോവരുത്. ശകലം വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഇതുപോലെ നല്ല കട്ടി പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇതാണ് മൈസൂർ മസാല ദോശയിൽ തേക്കുന്ന ചട്നി. ഇത് നമുക്ക് ദോശ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവിൽ ആവശ്യത്തിനുള്ള മാവിലെ വെള്ളം ഒഴിക്കാവൂ. ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഈ മാവ് നമുക്ക് 2 ആഴ്ച വരെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ദോശമാവിൻ്റെ അയവിൽ ലൂസാക്കി എടുക്കുക. ബാക്കിയുള്ള മാവ് ആവശ്യത്തിന് നമ്മൾ ഇതുപോലെ എടുത്ത് വെള്ളം ഒഴിച്ചാൽ മതി. ഇല്ലെങ്കിൽ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. ദോശക്കല്ല് നന്നായിട്ട് ചൂടാകുമ്പോൾ 1-1.5 തവി ചെറിയ തവിയാണ് എടുത്തിരിക്കുന്ന മാവ് ഒഴിച്ച് ഇതുപോലെ നല്ല കനം കുറച്ച് ദോശ പരത്തിയെടുക്കുക. അതിലേക്ക് ശകലം എണ്ണ ഒഴിച്ചിട്ട് ഒരു ചെറിയ കഷ്ണം വെണ്ണ കൂടെ നമുക്ക് അതിൽ തേച്ച് ഒന്ന് ഉരുക്കിയെടുക്കുക. ഉരുക്കിയ വെണ്ണയാണെങ്കിൽ അത് ഒഴിച്ചാലും മതി. ഇതൊരു ചെറിയ കഷ്ണം ഇതുപോലെ ദോശയുടെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലായിടത്തും കറക്റ്റായിട്ട്, അല്ലെങ്കിൽ ഒരു വലിയ ബ്ലോക്ക് കയ്യിൽ തന്നെ പിടിച്ച് ഇതുപോലെ ഒന്ന് തേച്ചെടുത്താൽ മതി. നമ്മൾ വീട്ടിലാവുമ്പം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. വെണ്ണയൊന്ന് നന്നായിട്ട് തേച്ചിട്ട് ദോശയൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അവരവരുടെ ടേസ്റ്റിന് ആവശ്യമുള്ള ചട്നി സ്പ്രെഡ് ചെയ്യുക. 1 സ്പൂണോ 2 സ്പൂണോ ഇതുപോലെ നല്ലോണം എല്ലായിടത്തും തേക്കുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് പരത്തിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മസാല വയ്ക്കാം. മസാല നമുക്ക് വയ്ക്കുമ്പോൾ 2 രീതിയിൽ വയ്ക്കാം. എന്നിട്ട് ദോശ 2 അല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിൽ വേണമെങ്കിൽ അതുപോലെ നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ നമുക്ക് മടക്കിയെടുക്കാം. ഇതിപ്പം വേറെ 2 രീതിയിലാണ് കാണിച്ചു തരുന്നത്. അപ്പം ആദ്യത്തെ രീതിയിലാണെങ്കിൽ മസാല ഒരു അരികിൽ വെച്ചിട്ട് ദോശ സാധാരണ രീതിയിൽ നമ്മൾ മടക്കിയെടുക്കണ പോലെ മടക്കിയെടുക്കുക. മസാലയും ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് വയ്ക്കുന്ന സൈഡ് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ദോശ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് തന്നെ കാണാം അരികൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ മടക്കി നന്നായിട്ട് ചേർത്ത് എടുക്കുക. ഇത് ആദ്യത്തെ രീതിയിൽ. രണ്ടാമത്തെ രീതി എന്ന് പറയണത് മസാല നടുക്ക് വെച്ചിട്ട് നമുക്കത് ചുരുട്ടിയെടുത്താൽ മതി ദോശ. അതിനും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ കനം കുറച്ച് ദോശ ഇതുപോലെ പരത്തി അതിലേക്ക് ശകലം എണ്ണയും വെണ്ണയും കൂടെ തേച്ച് മസാല നടുക്കാണ് വയ്ക്കുന്നത്. ആദ്യം തയ്യാറാക്കി ഇതുപോലെ ഇലയിലേക്ക് മാറ്റിയതാണ്. ഇതുപോലെ നടുക്കും
മസാല വെച്ചിട്ട് നമുക്ക് സിലിണ്ടർ പോലെ ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. റോൾ ചെയ്തെടുത്താൽ മതി. ഈ രീതിയിലും നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ മടക്കിയെടുക്കാം. അങ്ങനെയാണെങ്കിൽ വിളമ്പുമ്പം മറിച്ച് വേണം ഇട്ട് വിളമ്പാനായിട്ട്, ഇല്ലെങ്കിൽ ആ മടക്ക് നിവർന്നു പോവും. ഇതിൻ്റെ കൂടെ തേങ്ങാ ചട്നി, പിന്നെ നമ്മൾ തയ്യാറാക്കിയ ആ ചുമന്ന ചട്നിയും മസാലയും കൂടെ സാമ്പാറും കൂടെ ചേർത്ത് നമുക്ക് വിളമ്പാവുന്നതാണ്. മസാല കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് മസാലയും ചട്നിയും അതിനാണ് വയ്ക്കുന്നത്. ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എല്ലാവർക്കും സന്തോഷത്തോടെ വിളമ്പാവുന്നതാണ്. വളരെ സ്വാദോടെ നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം. അല്ല കടയിൽ കിട്ടുന്ന പോലെ ഫുൾ സെറ്റായിട്ട് നമുക്ക് വിളമ്പണമെന്നുണ്ടെങ്കിൽ ഒരു സ്വീറ്റും എക്സ്ട്രാ അതിൻ്റെ കൂടെ വടയും കൂടെ നമുക്ക് വിളമ്പിയാൽ ഫുൾ സെറ്റായിട്ട് തന്നെ നമുക്ക് മൈസൂർ മസാല ദോശ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാം. വീഡിയോയും റെസിപ്പിയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.